ഹലോ, ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ അടുത്തൊരു ഇൻസ്റ്റാൾമെൻ്റാണ്. ഫ്രാഞ്ചൈസിയുടെ അടുത്തൊരു പടമാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. അവർ ആദ്യത്തെ പടം മിന്നൽ മുരളിയുടെ അതേ യൂണിവേഴ്സ് തന്നെയാണെന്നാണ് അവർ പറയുന്നത്. മിന്നൽ മുരളിക്ക് ശേഷം ഈ പടം അനൗൺസ് ചെയ്യുമ്പോഴാണ് വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സ് എന്നവർ പറഞ്ഞത്. മിന്നൽ മുരളിയുടെ ഏരിയയിൽ നടക്കുന്ന മറ്റൊരു മർഡർ മിസ്റ്ററി ആയിരിക്കും എന്നാണ് നമ്മൾ ടീസറിലും സൂചിപ്പിച്ചത്. നമ്മുടെ ട്രെയിലറിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു റൂറൽ ഏരിയയിൽ നടക്കുന്ന ഒരു മർഡർ മിസ്റ്ററി ത്രില്ലറാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ഡാർക്ക് ആയിട്ടുള്ള വിചാരിക്കുന്നു. നമുക്ക് നോക്കാം. സ്റ്റാർട്ട് ചെയ്യണേ. വിഷ്വൽസ് ഒക്കെ സൂപ്പർ ആയിട്ട് ഇരുന്നുണ്ടോ? അതിന്റെ പ്രധാന കാരണം ഇവിടത്തെ നാട്ടുകാരാണ്. റോണിയാണ് നരേഷൻ കൊടുത്തത്. കുറ്റകൃത്യങ്ങളൊന്നും നടക്കാറില്ല. ക്രൈം റേറ്റ് ഏറ്റവും കുറവുള്ള സ്റ്റേഷനാണ് ഞങ്ങളുടേത്. പ്ലാച്ചിക്കാവ് ഈ ഭൂമിയിൽ ഒരു സ്വർഗമാണ്. ഡാർക്കായി തുടങ്ങി. എന്റെ ഈ നാടിന്റെയും തല വരെ മാറുന്ന കേസ് വരില്ലെന്ന് ആര് കണ്ടു? എന്തോ പഴക്കൊല മിസ്സിംഗ് ആണെന്ന് കേട്ടു. അവസാനമായിട്ട് ഈ ആടിനെ എവിടെ കണ്ടത്? ലോക്കൽ ഇൻവെസ്റ്റിഗേഷൻസ് ആണ്. ഇത് നമ്മുടെ നാട്ടിലെ തന്നെ ആദ്യത്തെ കൊലപാതക. കാര്യങ്ങൾ വല്ലതും ധാരണയുണ്ടോ? ബോഡിയിൽ ചുറ്റികൊണ്ടോ സമാനമായ എന്തോ കൊണ്ട് കുറച്ച് പാടുകളുണ്ട്, പ്രത്യേകിച്ച് നെറ്റിയിൽ. സീരിയൽ കില്ലിംഗ് ആണ് കേട്ടോ. മർഡറാണ്. അത്യാവശ്യം പരിപാടികളാണ്. നല്ല കളർഫുൾ ആണ് കേട്ടോ പടം. നല്ല കളർഫുൾ ആണ്. ഡാർക്ക് ആയിട്ടല്ല. മിന്നൽ മുരളിയൊക്കെ പോയി നല്ല കളർഫുൾ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. രണ്ട് ക്രൈം സീനിലും പ്രോപ്പർ പോലീസ് പ്രൊസീജിയേഴ്സ് ഫോളോ ആയതുകൊണ്ട് തന്നെ തെളിവ് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. എന്റെ ഗുരുക്കന്മാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരു ക്രൈം സീനും പെർഫെക്റ്റ് അല്ല. അപ്പോൾ കേസ് അന്വേഷണം തെളിയിക്കലൊക്കെ നല്ലതാണ്, പക്ഷെ അത് ഞാനിവിടെ ഉള്ളപ്പോ വേണ്ട. സാറും കൊള്ളാം, 5 മിനിറ്റ് കൊണ്ട് കഥ മൊത്തം മാറ്റിയല്ലോ. ആക്ഷനുണ്ട്, ആക്ഷൻ. മോഷണവും താൻ തന്നെ, കണ്ടുപിടുത്തവും താൻ തന്നെ, നീ കൊന്നതും താൻ തന്നെയാണോ? ഡിറ്റക്റ്റീവ് ഓക്കേ, കൊള്ളാം. കിഡിലൻ ട്രെയിലർ. ഒരു മറ്റേ ടീച്ചറൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു റൂറൽ ഏരിയയിലുള്ള ഒരു മർഡർ സീരിയൽ കില്ലർ ഇപ്പോഴും അവർ ഒരു മിസ്റ്ററി ആയിട്ട് നിലനിർത്തിയിട്ടുണ്ട്. കാരണം അത് ആക്ടറൊന്നും അവർ കാണിച്ചിട്ടില്ല. സസ്പെൻസ് ആണ്. അത് പടത്തിലും അങ്ങനെ തന്നെ ആയിരിക്കും വിചാരിക്കുന്നു. സസ്പെൻസ് ആയിരിക്കും എന്തായാലും. നല്ല ഒരു വിഷ്വൽസ്, നല്ലൊരു മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ആ ട്രെയിലർ. കണ്ടാൽ തന്നെ പ്രോമിസിങ് ആണ്. മലയാളത്തിലെ അടുത്തൊരു സൂപ്പർ ഹിറ്റാണ് വരുന്നതെന്നുള്ളൊരു സൂചനയാണ് നമുക്ക് കിട്ടുന്നത്. ധ്യാൻ ശ്രീനിവാസന്റെ സൂപ്പർ ഹിറ്റ് ആവട്ടെ. കാരണം അദ്ദേഹം കുറേ ആയി അഭിനയിക്കുന്നു. ഒരു പറയത്തക്ക മെയിൻ ഹിറ്റുകളൊന്നും റീസെൻ്റ് ആയിട്ട് അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. ഇതൊരു ബ്ലോക്ക് ബസ്റ്റർ ആവട്ടെ, വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റർ ആവട്ടെ എന്ന് വിചാരിക്കുന്നു. വിഷ്വൽസൊക്കെ നല്ല കിടിലൻ, നല്ല ഒരു പ്രോമിസിങ് ട്രെയിലർ തന്നെയാണ് വരുന്നത്. സിജു വിൽസന് അത്യാവശ്യം നല്ലൊരു ധ്യാൻ്റെ അത്രയും പ്രാധാന്യമുള്ള റോൾ ഉണ്ടെന്ന് വിചാരിക്കുന്നു. ട്രെയിലറിൽ അങ്ങനെയാണ് കാണുന്നത്. ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായിട്ട് രണ്ടും ഒരു പാരലൽ ഇൻവെസ്റ്റിഗേഷൻ ആണ് നടക്കാൻ പോകുന്നതെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ട്രെയിലർ പ്രോമിസിംഗ് ആണ്. പടത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. കൂടുതൽ വിശേഷങ്ങളായിട്ട് വരാം. ബൈ.